+2 കെമിസ്ട്രിയിലെ ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 7.5 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാണ് മക്കളെ, 3 റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആദ്യത്തെ റിയാക്ഷനിലെ റിയാക്ടന്റ് ആരാണ്? ഒരു ആൽക്കീൻ ആണ്. ഡബിൾ ബോണ്ട് നിങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് പ്രൊപ്പീൻ അല്ലെ, ഇത് പ്രൊപ്പീൻ ആണ്. പ്രൊപ്പീനെ എന്താണ് ചെയ്യുന്നത്? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ നടത്തുകയാണ്. വാട്ടർ ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് അല്ലെ. എന്താ സംഭവിക്കുന്നത് മക്കളെ? വാട്ടർ എന്ന് പറഞ്ഞാൽ H+ OH- ആണ്. ഇതാണ് H2O. നമുക്കിവിടെ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ തന്നിട്ടുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്നത് മാർക്കോനിക്കോവ്സ് അഡീഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പൊട്ടി ഒരു കാർബണിലേക്ക് Hഉം ഒരു കാർബണിലേക്ക് OHഉം വരും അല്ലെ. അതാണ് മാർക്കോനിക്കോവ്സ് അഡീഷൻ. അക്കോർഡിംഗ് ടു മാർക്കോനിക്കോവ്സ് റൂൾ, the negative part of the addendum will goes to the carbon containing lesser number of hydrogen. അങ്ങനെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, റിച്ച് ഗെറ്റ്സ് റിച്ചർ. അതായത് ആർക്കാണോ ഹൈഡ്രജൻ കൂടുതലുള്ളത് അയാൾക്ക് വീണ്ടും ഹൈഡ്രജനെ കൊടുക്കൂ. ക്ലിയർ ആണോ? അപ്പൊ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പൊട്ടിയാൽ ഈ കാർബണിന്റെ കയ്യിൽ ഒരു ഹൈഡ്രജനും ഈ കാർബണിന്റെ കയ്യിൽ 2 ഹൈഡ്രജനുമാണ്. അപ്പൊ ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്ക് വീണ്ടും ഹൈഡ്രജൻ വരും. അതാണ് നമ്മുടെ മാർക്കോനിക്കോവ്സ് അഡീഷൻ ഓർത്തിരിക്കാനുള്ള ട്രിക്ക്. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക? CH3ക്ക് യാതൊരു മാറ്റവുമില്ല. CH, ആ CHലേക്ക് OH വരും. ആൻഡ് ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. CH2 ആണ്. ഹൈഡ്രജൻ കൂടുതലുള്ളത് കൊണ്ട് വീണ്ടും ഹൈഡ്രജനെ കിട്ടി. പ്രൊപ്പാൻ-2-ol ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൽക്കഹോൾ. യെസ്, പെട്ടെന്ന് അടുത്തതിലേക്ക് പോവാം. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് സോഡിയം ബോറോഹൈഡ്രേറ്റ്. അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. റെഡ്യൂസിങ് ഏജന്റ് മാത്രമല്ല, അതിന്റെ പ്രത്യേകത എന്താ? സെലക്ടീവ് റിഡക്ഷൻ നടത്തുന്ന ആളാ. അതായത് മക്കളെ, നിങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ ആ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെയും കീറ്റോ ഗ്രൂപ്പിനെയും ആൽക്കഹോൾ ആക്കി മാറ്റാൻ ഇവന് സാധിക്കും. എന്നാൽ ഒരു എസ്റ്റർ ഗ്രൂപ്പിനെ ഇവൻ എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല, ഒന്നുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചോ, ഈ കോമ്പൗണ്ടിൽ ആരൊക്കെയുണ്ട്? ഇത് C ഡബിൾ ബോണ്ടോയാ. C ഡബിൾ ബോണ്ടോ എന്ന് പറഞ്ഞാൽ അതൊരു കീറ്റോ ഗ്രൂപ്പാ. അങ്ങനെയാണെങ്കിൽ മക്കള് പറയും ഇതും C ഡബിൾ ബോണ്ടോ ആണല്ലോ, കീറ്റോ ഗ്രൂപ്പ് ആണല്ലോ. ആണോ? ഇപ്പുറത്തോട്ട് ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു OR ഉണ്ട്, ഒരു OCH3 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കീറ്റോൺ അല്ല, ഇതൊരു എസ്റ്റർ ആണ്. നിങ്ങളുടെ സോഡിയം ബോറോഹൈഡ്രൈഡിന് ഈ കീറ്റോ ഗ്രൂപ്പിനെ OHനെ OH ആക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്നാൽ ഈ COOCH3നെ എസ്റ്ററിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടാൻ പറ്റില്ല. മക്കളെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഉണ്ടാകാൻ പോകുന്ന പ്രൊഡക്റ്റിൽ ദാ ഇവിടെ ഡബിൾ ബോണ്ട് O പൊട്ടി അത് OH ആയിട്ട് മാറി. CH2 യാതൊരു മാറ്റവുമില്ല. ഈ C ഡബിൾ ബോണ്ട് Oയെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അതൊരു എസ്റ്റർ ഗ്രൂപ്പ് ആണ്.